ഉസിയ രാജാവും മരിച്ച ആണ്ടിൽ കർത്താവായ കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിനോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചു. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചു. ഉസിയ രാജാവ് മരിച്ച ആ ആണ്ടിൽ കർത്താവ് സ്വർഗത്തിൽ ഉയർന്നു പോകും. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് സമർപ്പിച്ചു. എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിച്ചു. ആ വചനം ഹൃദയത്തിലോട്ടൊന്ന് ഏറ്റെടുത്ത്, ആ വചനം ഹൃദയത്തിലോട്ട്. Thank you, Lord. Hallelujah, hallelujah, hallelujah. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. Thank you, Lord. 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 Hallelujah. യേശുവേ, ഞങ്ങളോട് സംസാരിക്കണം. വചന വെളിപ്പാട് നൽകണം. വചനത്തിലൂടെ, ആത്മാവിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചേ. എല്ലാതെയും ആത്മാർത്ഥമായി വചന ഹൃദയത്തെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. Thank you, Lord. Hallelujah. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ആഹാഹാഹാ ലേലൂയാ, 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 ആമേൻ. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല, ആർക്കും ബാധ്യതയുള്ളവനല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ മറ്റാരുമില്ല. നമുക്ക് ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായിരിക്കുന്ന അങ്ങ് തന്ന ഈ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കും. ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. ഹല്ലേലൂയ. ശമൂവേലിനെ പോലെ അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള വലിയൊരു സമർപ്പണം ഞങ്ങളിൽ ഓരോരുത്തരിലും ഭരിക്കും. ഞങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടം മറന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം മാത്രം
ഇതിന്റെ അകത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഇതിലൂടെ മഹത്വപ്പെടണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവാത്മാവ് ഏറ്റെടുത്ത് ചെയ്യണമേ. ദൂരത്തും ചാരത്തുമുള്ള എല്ലാ ദൈവമക്കളെയും മുദ്രവെക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഉച്ചത്തിൽ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥനയോടെ കടന്നു വന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സൂമിലൂടെ ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെയും സ്വാഗതത്തെയും അറിയിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമുക്ക് മീറ്റിംഗ് ഇല്ലായിരുന്നു. ഞാൻ ചെന്നൈയുടെ പ്രദേശത്ത് കർത്തൃവേലയോടുള്ള ബന്ധത്തിലായിരുന്നത് കൊണ്ട് നമുക്ക് ആ മീറ്റിംഗ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കിയല്ലോ. ദൈവം അതിനായി ധാരാളമായി സഹായിക്കും. ഈ ആഴ്ചയെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് തന്ന സാവകാശം പറയുന്നു. നമ്മൾ പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? നമ്മള് പ്രാർത്ഥിക്കുകയും ഏറെ നാളുകളായി ആഗ്രഹിക്കുകയും ചെയ്ത ഭവനത്തിന്റെ ഹൗസ് വാമിംഗ് ഒക്കെ നന്നായിട്ട് നടക്കുവാൻ പരിശുദ്ധ കർത്താവ് ഇടയാക്കി. കുഞ്ഞുങ്ങൾക്ക് കയറി പാർക്കുവാൻ ദൈവം സഹായിച്ചു. വലിയൊരു അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസിയുടെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ലൈസൻസിന് വേണ്ടി അത് ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ, നമ്മുടെ ഒരു സഹോദരൻ സാനു എന്ന് പറഞ്ഞ സഹോദരൻ അറിയാം, ചിലർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ. നമ്മുടെ ഇൻഡോറിലുള്ള സഹോദരൻ, അദ്ദേഹത്തിന് UK പോകാൻ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് അറിയിച്ച ആലോചനകളൊക്കെ കിടപ്പുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനിടയായി. ഇന്ന് അദ്ദേഹം UK പോവുകയാണ്. പ്രാർത്ഥന കേട്ട ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കേൾക്കുന്ന ദൈവം മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം. ദൈവജനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരം നൽകും. ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിക്കണം. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ ശക്തമായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ മറ്റു പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നവരോട് നന്ദി പറയുകയാണ്. വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ നന്ദി പറയും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സഹകരിക്കുകയും സംബന്ധിക്കുക, പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാണ്. എനിക്കറിയാം പ്രാർത്ഥനാ വിഷയത്തിലാണ് ദൈവം വിഷയങ്ങൾക്ക് പ്രയർ നൈറ്റിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അനവധി വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു മറുപടി തന്ന ദൈവം വീണ്ടും മറുപടി തരും. ദൈവം തരും. ഹല്ലേലൂയ. നമുക്കല്ലാതെ ആർക്കാ ദൈവം മറുപടി തരേണ്ടത്? നമുക്ക് വേണ്ടിയല്ലാതെ ആർക്കാ ദൈവം പ്രവർത്തിക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആ പ്രാർത്ഥനയിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. അത് ഒരു അനുഗ്രഹമാകും. നാളെ ആ പ്രയർ ഉണ്ടാവും. എല്ലാ ദൈവമക്കളും അത് ജോയിൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങളുടെ വിഷയം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുഷിയാതെ, നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയം കൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന്റെ മേലും ദൈവാത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പല വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ UA ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസി ഇന്ന് മീറ്റിംഗിലില്ല, അവിടെ വെള്ളമാണ്. അതുകൊണ്ട് എന്നാലും സൂമ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം
പ്രിയ അനിൽ അച്ഛനെ ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും അദ്ദേഹം റെഡിയാക്കിയിട്ടാണ് പോയത്. സ്തോത്രം. അവിടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അവർ പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഈ ദിവസങ്ങളിൽ അത് മുഴുവനും കംപ്ലീറ്റ് ആയി മാറാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ അനവധി വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ഇപ്പോഴൊന്നും ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. വായിച്ച വാക്യം വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. നമുക്ക് പ്രകൃതിയുടെ ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് വരാം. യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യമാണ് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ചാൽ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. ആമേൻ. ഈ വാക്യത്തിൽ 3 വിഷയങ്ങളും 3 വിഷയം 3 സബ്ജക്റ്റ് ഈ ഒറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാം. 3 സബ്ജക്റ്റ് ഈ ഒറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാം. ഒന്ന്, ഉസിയാവ് രാജാവ്. ഉസിയാവ് എന്ന് പറയുന്ന രാജാവ് എന്ന വ്യക്തിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭരണകാല ക്രമങ്ങളെ കുറിച്ച് അത് പ്രസംഗിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ്. 2, സ്വർഗത്തിലായിരിക്കുന്ന കർത്താവിന്റെ വെളിപ്പാട്. സ്വർഗത്തിലായിരിക്കുന്ന ആ കർത്താവിനെ കുറിച്ച്. 3, യെശയ്യാവിന്റെ വെളിപ്പാടിനെ കുറിച്ച്. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് ഉസിയ രാജാവിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ച്, 2 കർത്താവിനെ കുറിച്ച്, 3 യെശയ്യാവിന്റെ വെളിപ്പാടിനെ കുറിച്ച്. ഈ ഒറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് 3 വിഷയങ്ങൾ ശുശ്രൂഷിക്കാനായിട്ടുണ്ട്. പക്ഷെ അത് 3 ശുശ്രൂഷിക്കാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതിനാൽ പ്രാരംഭമാകുന്ന വിഷയം ശുശ്രൂഷിക്കാനാണ് ദൈവാത്മാവ് എന്നെ നിയോഗിച്ചത്. ഉസിയാവ് രാജാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പകൽ പഠിക്കാൻ പോവുകയാണ്. സബ്ജക്റ്റ് ഇതാണ്, വിഷയം ഇതാണ്: ഉസിയ രാജാവിന്റെ കാലഘട്ടത്തിലെ ഭരണക്രമം. ഹല്ലേലൂയ. ഉസിയാവ് രാജാവിന്റെ കാലഘട്ടം 2 കാലഘട്ടമാണ്. ഭരണക്രമം 2 നിലയിലായിരുന്നു. ഉസിയ രാജാവിന്റെ ഭരണക്രമം എന്ന് പറയുന്നത് 2 നിലയിലായിരുന്നു. അപ്പൊ ഉസിയ രാജാവിന്റെ ആ ഭരണക്രമം അത് ഇന്ന് പകൽ നമ്മളൊന്ന് ധ്യാനിക്കാനും പഠിക്കാനും പോവുകയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചരിത്രം പഠിപ്പിക്കുന്നത് വിഭജിക്കപ്പെട്ട യഹൂദയിലെ 9ാമത്തെ രാജാവായിരുന്നു ഉസിയ രാജാവ്. മനസ്സിലായോ? വിഭജിക്കപ്പെട്ട യഹൂദ രാജ്യത്തിലെ 9ാമത്തെ രാജാവായിരുന്നു ഉസിയ രാജാവ്. സ്തോത്രം. ഉസിയ രാജാവ് രാജാവായത് എപ്പോഴാണെന്നറിയാമോ? തന്റെ 16ാമത്തെ വയസ്സിൽ. ഒന്ന് ആലോചിച്ച നിങ്ങള്, 16ാമത്തെ വയസ്സിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറിയ മനുഷ്യൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു, 16ാമത്തെ വയസ്സിൽ എന്ത് പക്വത കാണും, എന്ത് വിദ്യാഭ്യാസം കാണും, എന്ത് അതിനെക്കുറിച്ചുള്ള എത്രത്തോളം അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാവും, അറിവുണ്ടാവും, അല്ലേ? പക്ഷേ ചരിത്രം പഠിപ്പിക്കുന്നു, 16ാമത്തെ വയസ്സിൽ യഹൂദായുടെ രാജപദവി ഏറ്റെടുത്ത ഉസിയ രാജാവ് മനശ്ശെ കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമായി ആ രാജ്യത്തെ ഭരിച്ച രാജാവാണ് ഉസിയ രാജാവ്. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീണ്ട 52 വർഷം, ശ്രദ്ധിച്ചേ, നീണ്ട 52 വർഷം ഉസിയ രാജാവ് ഭരിക്കുവാനിടയായി തീർന്നു. 1-2 വർഷമൊന്നുമല്ല, നീണ്ട 52 വർഷമാണ് ഉസിയ രാജാവ് ഭരിച്ചത്. ഹല്ലേലൂയ. ഉസിയ രാജാവിന്റെ ഭരണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ?
ഉസ്സിയ രാജാവ് ഭരിച്ച സമയത്ത് ഭയങ്കര ഐശ്വര്യമാണ്. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്സിയ രാജാവ് ഭരിച്ച സമയത്ത് രാജ്യത്തിന് ഭയങ്കര ഐശ്വര്യമായിരുന്നു. സ്തോത്രം അല്ലേ? രാജ്യത്തിന് ഭയങ്കര ഐശ്വര്യം, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭരണകാലഘട്ടത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഭരണം 2 ഘട്ടത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഭയങ്കര ഐശ്വര്യമായിരുന്നു. ചിലതൊക്കെ കയറി കഴിഞ്ഞാൽ ഉള്ള ഐശ്വര്യം കൂടെ അല്ലേ, ഉള്ള ഐശ്വര്യം കൂടെ എന്ത് ചെയ്യും? പോയി കിട്ടും. പക്ഷെ അദ്ദേഹം അങ്ങനല്ല. അദ്ദേഹം ഭരിച്ച കാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഉസ്സിയ രാജാവ് മരിച്ചപ്പോൾ അച്ഛന്മാരുടെ ഇങ്ങോട്ട് കണ്ണു തുറന്നു നോക്കി, കണ്ണു തുറന്ന് എന്നെ നോക്കിയിരുന്നു. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്നെ നോക്കിയിരിക്കുക. നിങ്ങൾ അപ്പൊ പ്രാർത്ഥിക്കാൻ ധാനിക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസരം തരാം. ശ്രദ്ധിച്ചേ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇങ്ങനെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വന്നത് ഉസ്സിയ രാജാവ് മരിച്ചപ്പോൾ യെശയ്യാ പ്രവാചകന് ഭയങ്കര ദുഃഖമായിരുന്നു. ഭയങ്കര ദുഃഖമായിരുന്നു. കാര്യം എന്നാന്നറിയാമോ? ഇതുപോലെ രാജ്യത്തെ ഭരിച്ചൊരു രാജാവ് ഉണ്ടായിട്ടില്ല. ഇനിയും ആരിതുപോലെ ഭരിക്കും? ഇതാ ദുഃഖം. ഈ ദുഃഖം ഹൃദയത്തിൽ വഹിച്ച് സഹിക്കാൻ വയ്യാതെ ഭാരപ്പെട്ടപ്പോൾ, ആത്മഭാരം കൊണ്ട് നിറഞ്ഞപ്പോൾ യെശയ്യാ ഓടിയത് എങ്ങോട്ടാണെന്നറിയാമോ? ആലയത്തിലേക്ക്. ആത്മഭാരം ഇറക്കി വെക്കാൻ ഏറ്റവും നല്ല സ്ഥലം ദൈവസന്നിധിയാണെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ. ആത്മഭാരമുള്ളവര്, ഹൃദയവേദനയുള്ളവര്, ദുഃഖമുള്ള ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാം, നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കാൻ ഏറ്റവും നല്ല ഇടം ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, ഒരു സദസ്സിന്റെ മുൻപിലല്ല, ഒരു കമ്മിറ്റിയുടെ മുൻപിലല്ല, ഒരു ചർച്ചിന്റെ മുൻപിലല്ല, ദൈവത്തിന്റെ സന്നിധി അത്രേ. കൃപ. നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മ വിവേചിക്കുന്നത് കൊണ്ട് ചോദിക്കും, നിങ്ങൾക്ക് ചില വിഷയത്തിൽ ഭാരമുണ്ടോ? നിങ്ങൾക്ക് വേദനയുണ്ടോ? നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ഭാരം വെക്കാൻ നല്ല ഇടം യഹോവയുടെ സന്നിധി അത്രേ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിന്റെ ഭാരം എന്റെ മേൽ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഉസ്സിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ബലം. മനസ്സിലായോ? ഉസ്സിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഉസ്സിയാവിന്റെ ഭരണകാലഘട്ടം ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏറ്റവും അനുഗ്രഹമാകാൻ കാരണം എന്താണെന്നറിയാമോ? ഉസ്സിയാവിന്റെ ബലം യഹോവയായിരുന്നു. ഓ കൃപ, കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉസ്സിയാവിനോട് ചോദിച്ചാൽ ഉസ്സിയാവ് ഒരു കാര്യം പറയും, എന്റെ ഭരണത്തിന്റെ ഇത്രയും മനോഹരമായി ഞാൻ ഭരിക്കാനുള്ള കാരണം ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ പവറല്ല. ഹലോ, ഞാനേ ഇരിക്കുന്ന പൊസിഷന്റെ പവറല്ല ഇത്രയും മനോഹരമായി എനിക്ക് ഭരിക്കാൻ സാധിച്ചത്. എന്റെ കുടുംബത്തിന്റെ മഹിമയല്ല, എന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരുടെ മിടുക്കല്ല, മറിച്ച് എന്റെ ബലം യഹോവയായിരുന്നു.
എത്ര പേര് രാമയും പറയും? എത്ര പേര് രാമയും പറയും? എന്റെ ബലം എന്റെ ദൈവമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരാളെ ബലപ്പെടുത്തണമെങ്കിൽ ബലപ്പെടുത്തുന്നവന് ബലം ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഈ കുഞ്ഞുമോനപ്പച്ചൻ ബലമില്ലാതിരിക്കുക, ക്ഷീണിച്ചിരിക്കുക. ഞാൻ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബലത്തോടെ നിർത്തണമെങ്കിൽ എനിക്ക് ബലം ഉണ്ടാവണം. അദ്ദേഹത്തെ പിടിക്കാനും എഴുന്നേൽപ്പിക്കാനും നിർത്താനുമുള്ള ബലം എനിക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ബലമുള്ള ഒരാൾക്ക് മറ്റൊരുവനെ ബലപ്പെടുത്താൻ പറ്റും. അത് മാനസികമായിട്ടാണേലും കൊള്ളാം, ശാരീരികമായിട്ടാണേലും കൊള്ളാം. ബലമുണ്ടെങ്കിലേ ബലപ്പെടുത്താൻ പറ്റും. അങ്ങനെയെങ്കിൽ ഉസിയ രാജാവിനെ ദൈവം ബലപ്പെടുത്തണമെങ്കിൽ ദൈവം ബലം. എത്ര പേരാമേ പറയും? ദൈവം ബലവാനാ, അല്ലേ? അല്ലേ? നിങ്ങൾ വചനം ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം എങ്ങനെ ബലവാനാണ്. സ്തോത്രം. ദൈവത്തിന്റെ ബലത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടെ പ്രസംഗിക്കാൻ നേരമില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. കർത്താവിന്റെ ഒരു ബലം തന്റെ വാക്കിൽ ബലമുണ്ട്, ഇല്ലേ? തന്റെ വാക്കിൽ ബലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യേശു പറഞ്ഞു, പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ മുഴുബലത്തെയും ചവിട്ടുവാൻ. അപ്പൊ നമ്മുടെ കാലിൽ ബലമുണ്ട്, നമ്മുടെ വായിൽ ബലമുണ്ട്, നമ്മുടെ വാക്കിൽ ബലമുണ്ട്, നമ്മുടെ കാലിൽ ബലമുണ്ട്. എത്ര പേർക്ക് രാമേ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇത് നമ്മുടെ ബലമല്ല, നമ്മളെ ബലപ്പെടുത്തുന്നവന്റെ ബലമാണ്. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോയാലും നിന്നെ ബലപ്പെടുത്താൻ കഴിവുള്ള ബലവാനായ ഒരുവൻ നിന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ഇന്നൊരു ദൂത് വിളിച്ചു പറഞ്ഞാൽ എത്ര പേരത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കും. ആമേൻ, 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 ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതി, വീഴത്തക്കവണ്ണം അവൻ എന്നെ തള്ളി, പക്ഷെ യഹോവ എന്നെ സഹായിച്ചു. വീഴത്തക്കവണ്ണം അവൻ എന്നെ തള്ളി. ആര് തള്ളി? ശത്രു തള്ളി, പക്ഷെ യഹോവ എന്നെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം പലപ്പോഴും നീ വീണു പോകേണ്ടതായിരുന്നു, പലപ്പോഴും നീ തകർന്നു പോകേണ്ടതായിരുന്നു, പലപ്പോഴും നിന്റെ അവസാനം വന്നു എന്ന് ശത്രുവാകുന്നവൻ വിധി എഴുതിയതാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിന്നെ അതാത് സമയത്ത് ബലപ്പെടുത്തി നിർത്തിയ, അതാത് സമയത്ത് നിന്നെ ഉറപ്പിച്ചു നിർത്തിയ, അതാത് സമയത്ത് നിന്നെ ബലത്തോടെ നിർത്തിയ ഒരു ദൈവമുണ്ടായിരുന്നു. അത് അനുഭവിച്ച എത്ര പേരുണ്ട്? അത് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? കൂടാല ശന്തന, കിടക്കയിൽ നിന്ന് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ നിന്നെ കിടത്തിക്കളഞ്ഞപ്പോഴും നിന്നെ ആ കിടക്ക വിട്ട് എഴുന്നേൽപ്പിച്ചൊരു ബലമുണ്ട്. ഹല്ലേലൂയ. ഇന്നവൻ നിന്റെ തകർച്ച കാണാൻ ശത്രുവാകുന്നവൻ നിന്നോട് ഫൈറ്റ് ചെയ്തപ്പോൾ അതിന്റെ നടുവിൽ നിന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും, യഹോവയാണ് എന്റെ ബലം, യഹോവയാണ് എന്റെ ബലം, യഹോവയാണ് എന്റെ ബലം, യഹോവയാണ് എന്റെ ബലമെന്ന് ആത്മധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ആ ബലത്തിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ മേൽ, വന്നിരിക്കുന്നവരുടെ മേൽ ആ ബലത്തിന്റെ പകർച്ച നടക്കുന്നു. ചൂടാല ഹംദര ജഗന ഹത്തുര മനഗടക ധീരഗമന. പ്രാപിക്കാൻ കഴിവുള്ളവർ, പ്രാപിക്കാൻ കഴിയുന്നവർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മശക്തി സ്വീകരിച്ച് പ്രാപിച്ചു. കർമ്മ ദിനക അടന ജഗന ഹംദൽ ഗമന. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ആ ബലം ഇറങ്ങി വരാൻ പോകുകയാ, ആ ബലം ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ ക്ഷീണം മാറ്റുന്ന, നിന്റെ ദുഃഖം മാറ്റുന്ന, നിന്റെ വേദന മാറ്റുന്ന, നിന്റെ പ്രയാസങ്ങൾ മാറ്റുന്ന, ഉടനെ പൗലോസ്
പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ പുറമെയുള്ളവൻ ക്ഷീണിച്ചു പോയാലും അകമയുള്ളവനെ ബലപ്പെടുത്തുന്ന ബലം, ബലവാനന്റെ ബലം, ബലമുള്ളവന്റെ ബലം. ഇന്ന് പകലത് റിസീവ് ചെയ്യാൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകലത് റിസീവ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അത്രയ്ക്കും ആ വെളിപ്പാട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, അതൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നോടൊരു വെളിപ്പാട് പറയാം, പരിശുദ്ധാത്മാവ് തരുന്നത് കൊണ്ട് പറയാം. ഹല്ലേലൂയ. മഴ പെയ്യാതെ ഹല്ലേലൂയ ഭൂമി മൊത്തം ഉണങ്ങി വരണ്ടിരിക്കുന്ന സമയത്ത് ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചിട്ട് ഏലിയാവിന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി നോക്കണം. 6 പ്രാവശ്യം നോക്കി, ഒന്നും കണ്ടില്ല. 7ാം പ്രാവശ്യം ഒരു കാഴ്ച കണ്ടു. കാഴ്ച കണ്ടു മടങ്ങി വന്ന് ഹല്ലേലൂയ മടങ്ങി വന്നതിന് ശേഷം കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഏലിയാവിന്റെ മേലൊരു കരമിറങ്ങി. ഏലിയാവിന്റെ മേലൊരു കരം തൊട്ടു. ഞാൻ പറയാം, ശക്തമായ ചൂടാണ്, വെള്ളമില്ല. ശരീരത്തിന്റെ അവസ്ഥ എങ്ങനായിരിക്കും? വളരെ ബലമില്ലാതിരിക്കുമായിരിക്കും, വളരെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. കണ്ടിന്യൂ പ്രാർത്ഥനയിലാണ്. ഫിസിക്കലി നോക്കിയാൽ ഏലിയാവ് വീക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഭാവനയാ പറയുന്നത്. കാരണം ഭയങ്കര ചൂടാണ്, മഴയില്ല, ഒരു വെള്ളം കുടിക്കാനില്ല, കണ്ടിന്യൂ പ്രയറിലാണ്. ഹല്ലേലൂയ. ഫിസിക്കലി നോക്കിയാൽ ഹല്ലേലൂയ എന്നാണ് എന്റെ ഒരു ഭാവന. പക്ഷേ ആ സമയത്ത് മഴ വരുന്നുണ്ടെന്ന് ഏലിയാവിന് ബോധ്യപ്പെട്ട ആ സമയത്ത് ഒരു കരം ഏലിയാവിന്റെ മേൽ വന്ന് തൊട്ടു. ആ കരം തൊട്ടപ്പോൾ ഏലിയാവ് ചാടി എണീറ്റ്, ക്ഷീണം മാറി കേട്ടോ, പ്രയാസം മാറി കേട്ടോ, ചാടി എണീറ്റ് അരയങ്ങോട്ട് മുറുക്കി ചെരിപ്പങ്ങോട്ട് ഇട്ട് ഇതുവരെ കിട്ടാത്തൊരു ബലം പ്രാപിച്ച് ആദാമിന്റെ രഥത്തിന്റെ മുൻപിൽ ഏലിയാവിനെ കടന്നു പോകാത്ത വിധത്തിൽ ഓടിയെന്ന വചനം പറയുന്നത്. അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയാമോ? ഏലിയാവിനെ ബലപ്പെടുത്തുന്ന ഒരു കരം ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കരം നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. അത് ആത്മാവിൽ കണ്ട് ഏറ്റെടുക്കാൻ കഴിയുമോ? നിന്റെ ക്ഷീണം ഇന്ന് മാറട്ടെ. നിന്റെ ശരീരത്തോട് പോരാടുന്ന പോരാട്ടങ്ങൾ ഇന്ന് മാറട്ടെ. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ബലവാനുണ്ട്. ആ കരം ഇന്നു പകൽ ഇറങ്ങി വരികയാണ്. സ്വീകരിക്ക ആത്മാവ് സ്വീകരിക്ക. ആ ബലം സ്വീകരിക്കാതെ നിങ്ങൾ ബലപ്പെടില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞാല് നിങ്ങൾ ക്ഷീണിച്ചിരിക്കും, നിങ്ങൾ തളർന്നിരിക്കും. നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും ഇരിക്കും. ബലം റിസീവ് ചെയ്യാതെ നിങ്ങൾ ബലപ്പെടില്ല. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഈ ബലം ഇന്നലെ രാത്രി സ്വീകരിച്ചത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ. എനിക്ക് പ്രശ്നമേ ഇല്ല. ഞാൻ ഇന്നലെ രാത്രി ദൈവം വചനദൂത് വന്നപ്പോൾ ഞാൻ ഈ ബലം പ്രാപിച്ചു. ഞാൻ ആ ബലം പ്രാപിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബലം വേണമെങ്കിൽ നിങ്ങൾ പ്രാപിച്ചോ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, ഉസിയ രാജാവിനെ ബലപ്പെടുത്തിയൊരു ദൈവമുണ്ട്. നമ്മളെ ബലപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ വിചാരം എന്താ? നീ കഴിച്ച ഫുഡിന്റെ ബലത്തിലാണ് നീ നിൽക്കുന്നതെന്നാ? നിന്റെ വിചാരം? നീ കഴിക്കുന്ന മെഡിസിൻസിന്റെ പുറത്ത് നീ നിൽക്കുന്നു എന്നാണോ നിന്റെ വിചാരം? ആ വിചാരം വിചാരം എടുത്ത് നീ ദൂരെ എറിയാൻ ആത്മാവ് പറയുന്നു. ക്രൈസ്തനോട് നിന്റെ പേഴ്സിൽ ഇരിക്കുന്ന പൈസയുടെ ബലമാണോ നിന്നെ നിർത്തിയത്? ഹല്ലേലൂയ. ആണോ? അല്ല. മാറ്റാൻ പറയാ ചിന്താഗതി. നീ ഇപ്പോഴും ബലത്തോടെ
ദേശത്തിന്റെ നടുവിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് നീ അറിയാതെ നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവൻ നിന്നോടൊപ്പമുള്ളത് കൊണ്ടാണെന്ന് മറന്നു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടി പറയുകയാ. ഇങ്ങനെങ്കിലും നടക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അല്ലാതെ ദൈവത്തെ നിന്ദിക്കാതെ, ആള് കളിക്കാതെ, ഇങ്ങനെങ്കിലും ദൈവം എന്നെ നടത്തുന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ മടങ്ങി വരാം. 2 കാലം ഉസിയ രാജാവിനുണ്ടായിരുന്നു. 2 കാലം. ഒന്നാമത്തെ കാലം ദൈവം ബലമായിരുന്ന കാലം. അതാണ് ഒന്നാമത്തെ കാലം. ദൈവം ബലമായിരുന്ന കാലത്ത് ഉസിയ രാജാവിന്റെ ഭരണക്രമത്തിന്റെ ക്വാളിറ്റീസ് എന്തായിരുന്നു? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. ദൈവം ബലമായിരുന്ന കാലഘട്ടത്തിൽ ഉസിയ രാജാവിന്റെ ഭരണക്രമത്തിലെ ഗുണങ്ങൾ എന്തായിരുന്നു? നമ്പർ 1, ഒന്നാമത്തേത് സുദീർഘമായ ഒരു ഭരണകാലം ഉണ്ടായി. എന്ന് വെച്ചാൽ 4 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഈ വ്യക്തി വേണ്ട എന്ന് ജനം പറഞ്ഞില്ല. ഹല്ലേലൂയ. നല്ല ഭരണമാണെങ്കിൽ ജനം സപ്പോർട്ട് ചെയ്യും. സ്തോത്രം. ഈ വ്യക്തി വേണ്ട എന്ന് രാജ്യം പറഞ്ഞില്ല, ജനം പറഞ്ഞില്ല. ജനം പറഞ്ഞത് ഈ വ്യക്തി മതി എന്ന് പറഞ്ഞത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുദീർഘമായ ഒരു ഭരണ കാലഘട്ടം ദൈവം ബലമായിരുന്ന സമയത്ത് ഉസിയ രാജാവിനുണ്ടായി. സുദീർഘമായ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, അർത്ഥം എന്ന് പറയുന്നത് നീളമുള്ള, ഐശ്വര്യമുള്ള എന്നൊക്കെയാ അതിന്റെ മീനിങ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഉസിയ രാജാവിന് ദൈവം ബലമായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അതിന്റെ ഭരണകാലഘട്ടത്തെ തകർത്തു കളയാൻ ശത്രുവാകുന്നവൻ ശ്രമിച്ചു എങ്കിലും ദൈവം ബലമായിരുന്നത് കൊണ്ട്, ശ്രദ്ധിക്കണം, ദൈവം ബലമായിരുന്നത് കൊണ്ട് ആ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. എത്ര പേര് രാമൻ പറയും? ഉസിയ രാജാവിന്റെ ബലം സർവശക്തനാകുന്ന ദൈവമായിരുന്നത് കൊണ്ട് സുദീർഘമായ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തെ തകിടം മറിക്കാൻ, ആ വളർച്ചയെ തടയാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ആ വളർച്ച മുരടിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് പകൽ ഒരു ദൂത് പറയട്ടെ. ദൈവം നിന്റെ ബലമായിരിക്കുമ്പോൾ നിന്റെ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ വളർച്ചയെ തടയാൻ ശത്രുവാകുന്നവൻ പലവിധ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ ഇന്ന് പകൽ ആത്മധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയാ, യഹോവയാണോ നിന്റെ ബലം? നിന്റെ വളർച്ചയെ തടയാൻ, നിന്റെ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. താങ്ക് യു ലോർഡ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ തലമുറകളുടെ വളർച്ചയെ തടയാൻ ശത്രുവിന് കഴിയത്തില്ല. നിന്റെ തലമുറകളുടെ ഫ്യൂച്ചറിനെ തടയാൻ ശത്രുവിന് കഴിയത്തില്ല. നിന്റെ നന്മകളെ തടയാൻ ശത്രുവിന് കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? യഹോവയാണോ നിന്റെ ബലം? നിനക്കൊരു വളർച്ചയുണ്ടെന്ന്. ഓ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. യഹോവയാണോ നിന്റെ ബലം? നിന്റെ കുടുംബത്തിനൊരു വളർച്ചയുണ്ടെന്ന്. യഹോവയാണോ നിന്റെ ബലം? നിന്റെ മിനിസ്ട്രിക്കൊരു വളർച്ചയുണ്ടെന്ന്. യഹോവയാണോ നിന്റെ ബലം? നിന്റെ തലമുറയുടെ ഭാവിക്കൊരു വളർച്ചയുണ്ടെന്ന്. യഹോവയാണോ നിന്റെ ബലം? നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വളർച്ചയുണ്ട്. ഇന്ന് പകൽ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ വളർച്ചയെ പിശാചാകുന്നവൻ തകർക്കാൻ ഒരു വശത്തൂടെ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, യഹോവ ബലമായിരിക്കുന്നവരുടെ വളർച്ചയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Thank you, Lord. Thank you, Lord.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. യഹോവ ബലമായിരുന്ന കാലത്ത് തന്റെ ഭരണകാലഘട്ടത്തിൽ തുടർച്ചയായ അനുഗ്രഹത്തിന്റെ കാലഘട്ടം വന്നു. ഒരു വളർച്ച വന്നു, രാജ്യത്തിന് വളർച്ച വന്നു, ഐശ്വര്യം വന്നു. ഒരു സുദീർഘമായ ഭരണകാലഘട്ടം ദൈവം കൊടുത്തു. എന്നാ കാര്യം? യഹോവയായിരുന്നു ബലം, യഹോവയായിരുന്നു ബലം. എന്നോട് കർത്താവ് ശക്തമായി ഇടപെടുന്നു. നീ ആത്മാവിൽ പ്രാർത്ഥിക്ക്. നിന്റെ വളർച്ചയാണ് പിശാച് നോട്ടമിട്ടിരിക്കുന്നത്. നിന്റെ വളർച്ച, നീ കുടുംബമായിട്ട് വളരരുത്, നിന്റെ തലമുറകൾ വളരരുത്, നിന്റെ ബിസിനസ് വളരരുത്, നിന്റെ മിനിസ്ട്രി വളരരുത്, നിന്റെ ശുശ്രൂഷ വളരരുത്, നിന്റെ കുഞ്ഞുങ്ങൾ വളരരുത്. അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകരുത്, വളർച്ച ഉണ്ടാകരുത്. എപ്പോഴും കിടക്കുന്നത് പോലെ അങ്ങ് കിടക്കണം, ഇതേ സ്റ്റേജിൽ തന്നെ പോകണം. ഇതാ പിശാചിന്റെ ആഗ്രഹം. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഇന്ന് പകൽ അവിടേക്കൊരു ബലം ഇറങ്ങാൻ പോവുക. ഇന്ന് പകൽ അവിടേക്ക് ഒരു അനോയിന്റിങ് ഇറങ്ങാൻ പോവുക. ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു ബലത്തിന്റെ ശക്തി, ഒരു പവർഫുൾ ഇന്ന് പകൽ ഇറങ്ങാൻ പോവുക. വിശ്വസിക്കുന്നവരെ ഏറ്റെടുത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ നിന്റെ വളർച്ചയെ കെട്ടിവെച്ചിരിക്കുന്ന, നിന്റെ വളർച്ചയ്ക്ക് വിരോധമായി വെളിപ്പെട്ടു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് ദൈവത്തിന്റെ ബലം പ്രാപിച്ച് അതിനെ ഉടാര ഹന്തര കർമ്മന ചുടര അതര മനാദ ദീവാന ശേതര ഗുഡമ രംഗന കർമ്മ ലിഗന്ധ അർത്തുന വേദസി. ദൈവം ബലമായിരുന്നപ്പോൾ ഒന്ന് സുദീർഘമായ ഭരണകാലം എന്ന് വെച്ചാൽ വളർച്ചയുള്ള ഭരണകാലം. രണ്ടാമത്തത് യഹോവയെ പ്രസാദിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, തന്റെ ഭരണകാലഘട്ടത്തിലെ ഒന്നാമത്തെ ഭരണകാലഘട്ടത്തിലെ രണ്ടാമത്തെ ക്വാളിറ്റിയാ പറയുന്നത്. എന്താണ്? യഹോവയെ പ്രസാദിപ്പിച്ചു. 2 ദിനവൃത്താന്തം 26:4 ഒന്ന് വായിച്ചാട്ടെ. 2 ദിനവൃത്താന്തം 26:4 ഒന്ന് വായിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. രണ്ട് ദിനവൃത്താന്തം 26:4. ആ ആ മതി. യഹോവ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. എന്ന് വെച്ചാൽ തന്റെ ഭരണകാലഘട്ടത്തിൽ ദൈവത്തിന്റെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നത് താൻ ചെയ്തില്ല. മറിച്ച് ദൈവത്തിന് സന്തോഷം നൽകുന്ന നിലയിലാണ് താൻ ചെയ്തത്. തന്റെ അപ്പനും അങ്ങനെ ആയിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ അപ്പനും മോനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അമസ്യാവും ഉസിയാവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എങ്കിലും ഏക ഹൃദയത്തോടായിരുന്നില്ല. ഏക ഹൃദയത്തോടായിരുന്നില്ല പ്രസാദിപ്പിച്ചത്. എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഹൃദയം. മനസ്സിലായോ? ആത്മാവ് പറയുന്നു, മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടോ. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ കീറും. ദൈവത്തിന്റെ ന്യായവിധി നീ അനുഭവിക്കും. സ്തോത്രം.
ഒരു വശത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, അത് വേണ്ട, അത് വേണ്ട. ഉസിയ രാജാവിന്റെ അപ്പന്റെ സ്വഭാവം നീ എടുത്തോണ്ട് വരരുത്. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മാനസാന്തരപ്പെട്ടോണം. രണ്ടുപേരും ദൈവത്തെ പ്രസാദിപ്പിച്ചു, പക്ഷെ ദൈവം പ്രസാദിച്ചത് ഉസിയാവിലാണ്, അപ്പനിലല്ല, മകനിലാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്താ ഉസിയ രാജാവിന്റെ പ്രത്യേകത? താൻ പ്രസാദിപ്പിച്ചത് ദൈവത്തെ മാത്രമാണ്. ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടെ ദൈവത്തെ മാത്രമാണ് താൻ പ്രസാദിപ്പിച്ചത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമാകണം. നിന്റെ സംസാരം ദൈവത്തിന് പ്രസാദമാകണം. നിന്റെ നോട്ടം ദൈവത്തിന് പ്രസാദമാകണം. നിന്റെ ഫോൺ ദൈവത്തിന് പ്രസാദമാകണം. നിന്റെ കോളിങ്സ് ദൈവത്തിന് പ്രസാദമാകണം. നിന്റെ ഫോർവേഡ് മെസ്സേജസ് ദൈവത്തിന് പ്രസാദമാകണം. ദൈവത്തിന് പ്രസാദമല്ലാത്തത് ഇന്നു പകൽ നീക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ വാൾ ഇറങ്ങുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. പിള്ളേരൊക്കെ കേട്ടോടാ, കേട്ടോ, കേട്ടോ? സ്തോത്രം. പ്രസാദം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമില്ലാത്തത് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ചെയ്താൽ ദൈവാത്മാവ് പറയുന്നു, 2024 എന്ന വർഷം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരും. ഞാനത് ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വാ. വിടേണ്ടതെല്ലാം വിട്, കളയേണ്ടതെല്ലാം കള, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്ക്. എന്നിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം. ഞാൻ ഒരിക്കൽ പാലക്കാട് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ അതിനു മുമ്പ് 2 വട്ടം പോയി. 2 വട്ടം പോയപ്പോ കുറെ യൗവനക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം പേരിന് പള്ളി വരുന്നവർ. പേരിന്. ഒരുത്തൻ ബൈബിള് പോക്കറ്റ് ഇട്ടുണ്ടാവില്ല. ബൈബിള്, ഫോണൊക്കെ പോക്കറ്റ് ഇടത്തില്ലേ, അതുപോലെ ഒരു കൊച്ചു ബൈബിളും മേടിച്ചോണ്ട് പോക്കറ്റ് ഇട്ടോണ്ട് എന്ത് ചെയ്യുന്നത്, ആരാധനാലയത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞ്, നിനക്കൊരു 300 രൂപ ഞാൻ തരാം, നീ വലിയൊരു ബൈബിൾ. സ്തോത്രം. അവിടെ വന്ന് 2 പ്രാവശ്യം ഞാൻ അവിടെ ശുശ്രൂഷിക്കാൻ ചെന്നിട്ട് പരിശുദ്ധാത്മാവ് അവിടുത്തെ യൗവനക്കാരെ വിവേചിച്ച്, ഹൃദയങ്ങളെ വിവേചിച്ച്, ശരിക്കും ദൈവാത്മാവ് അവരോട് സംസാരിച്ചു. കുറെ പേര് ശരിയായി, കുറെ എണ്ണം ശരിയായില്ല. അടുത്ത പ്രാവശ്യം മീറ്റിംഗ് വെച്ചു. പാസ്റ്റർ പറഞ്ഞു എല്ലാരും വരണം. ഈ ശരിയാകാത്ത കുറെ പേര് ചോദിച്ചു, ആരാ ഗസ്റ്റ്? ഒണ്ണം പറഞ്ഞ് കേരളത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ബിജോ പാസ്റ്റർ എന്ന് പറഞ്ഞു. പാസ്റ്റർ ആണോ? അതാ ഞാൻ ഇല്ലെന്ന്. ബിജോ പാസ്റ്റർ ആണോ? ഞങ്ങൾ വരത്തില്ലെന്ന്. സ്തോത്രം. ആ സമയത്ത് പാസ്റ്റർ മീറ്റിംഗ് ടൈമിൽ വിളിച്ചപ്പോ യുവമാരുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫ്, വന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പള്ളിപ്പോക്കല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഒരു പ്രാർത്ഥന കൊണ്ടല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഒരു പ്രസംഗം കൊണ്ടല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് നിന്റെ ജീവിതം കൊണ്ടായിരിക്കണം. അതിന് കഴിയത്തില്ലെങ്കിൽ ഈ പരിപാടി വിട്ടു പോക്കൂ. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടായി.
ദൈവം ബലമായിരുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. തന്റെ ജീവിതം കൊണ്ട്, തന്റെ ഭരണക്രമം കൊണ്ട്, തന്റെ ഉപദേശങ്ങൾ കൊണ്ട്, തന്റെ നിർദ്ദേശങ്ങൾ കൊണ്ടെല്ലാം ഉസിയ രാജാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതാ രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? 26:6 എന്ന് വായിച്ചു. 26:6. അവൻ പുറപ്പെട്ട് ഫെലിസ്തരോട് യുദ്ധം ചെയ്ത് മതിലുകൾ ഇടിച്ചു കളഞ്ഞിട്ട് മതി. സ്തോത്രം. മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ശത്രുവിനെ തോൽപ്പിച്ചു. ദൈവം ബലമായിരുന്ന ഭരണകാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഉസിയാവ് രാജാവ് എന്ത് ചെയ്തു? ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവം ഉസിയാവിൽ പ്രസാദിച്ചിരുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ദൈവത്തിന് പ്രസാദമുള്ളത് ഉസിയാവ് ചെയ്തപ്പോൾ ഉസിയാവിൽ ദൈവം പ്രസാദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ തെളിവ് ചെയ്ത, അതിന്റെ തെളിവായി വായിച്ചത് എന്താണെന്നറിയാമോ? ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ് ശത്രുവിനെ ജയിക്കാൻ സാധിച്ചത്. മനസ്സിലായോ? ദൈവം പ്രസാദിക്കാത്ത ഒരാളിൽ, ദൈവം കൂടെയില്ലാത്ത ഒരാളിൽ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ. അതിന്റെ തെളിവാണ് ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ദൈവം തന്നിൽ പ്രസാദിച്ചത് കൊണ്ടാണ് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ദൈവം ബലമായി ഉസിയാവിന്റെ കൂടെ നിന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്ക്, എന്റെ മേൽ ഈ ബലമൊന്ന് പകരാൻ, എന്റെ മേൽ ഈ ബലമൊന്ന് പകരാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ഈ ബലം ഇന്ന് പകൽ ഇതിന്റെ അകത്ത് നിന്റെ മേൽ വെളിപ്പെട്ടാൽ, നിന്റെ മേൽ വെളിപ്പെട്ടാൽ നിനക്കെതിരെയും പണിതിരിക്കുന്ന ചില മതിലുകൾ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുക. ശത്രു കെട്ടിപ്പൊക്കിയ ചില മതിലുകൾ ദൈവം എന്നെ കാണിക്കുക. 3 മതിലുകൾ വെളിപ്പാടിൽ വരുന്നു. 3 മതിലുകൾ വചന വെളിപ്പാടിൽ വരുന്നു. ഇന്ന് മകൻ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ മതിലുകളെ പൊളിക്കുന്ന, ആ മതിലുകളെ പൊളിക്കുന്ന, ആ മതിലുകളെ ഇടിക്കുന്ന യഹോവയുടെ ബലം. പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിച്ചാണ്. ഇന്ന് ഫെലിസ്ത്യൻ നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന മതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, ചിലതിടിയുമ്പോൾ ചിലത് പണിയും, ചിലതിടിയുമ്പോൾ ചിലത് പണിയുമെന്ന് ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു. ചിലതിടിയുമ്പോൾ ചിലത് അവിടെ പണിയും. യെസ്, യെസ്. ശക്തിയോടെ, ശക്തിയോടെ, ആത്മബലത്തോടെ, ആത്മനിറവോടെ, ആത്മനിറവോടെ പ്രാപിക്കുക. ചില ഫെലിസ്ത്യന്റെ പോരാട്ടങ്ങൾ, ഫെലിസ്ത്യന്റെ പോരാട്ടങ്ങൾ, ഫെലിസ്ത്യന്റെ പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ അവൻ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് ഇന്നു മകൾ തളരാൻ പോകയോ, ഇന്നു മകൾ ഉടയാൻ പോകയോ, ഇന്നു മകൾ ഇടിയാൻ പോകയോ.
ശക്തിയോടൊന്ന് പ്രാപിക്കുക, ശക്തിയോടൊന്ന് പ്രാപിക്കുക. ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചിലത് ഇടിയുന്നിടത്ത് ചിലത് പണിയും, ചിലത് ഇടിയുന്നിടത്ത് ചിലത് പണിയും, ചിലത് ഇടിയുന്നിടത്ത് ചിലത് പണിയും. എത്ര പേർക്ക് ആ വെളിപ്പാട് മനസ്സിലായി? അവിടെ പറയുന്നു, ശത്രു കെട്ടിപ്പൊക്കിയതിനെ ഉസിയ രാജാവ് ഇടിച്ചിട്ട് അവിടെ ഉറപ്പുള്ള പട്ടണം പണിതു. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അവിടെ പട്ടണങ്ങൾ പൊങ്ങിയെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ശത്രു കെട്ടിപ്പൊക്കിയ മതിൽ, ആ മതിലിനെ ഇടിച്ചിട്ട് അവിടെ പട്ടണം പണിതു. എന്നാ കാര്യം? യഹോവ ബലവാ, ദൈവം ബലവാ. ഉസിയ രാജാവിന്റെ ബലം ദൈവമാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ശത്രു പണിതിരിക്കുന്ന ചിലടത്ത് ദൈവം ചിലതിനെ പൊളിച്ചിട്ട് നിനക്ക് വേണ്ടി ചിലത് പണിയാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ പ്രവചിച്ചു പറയുകയാ. പ്രവചനാത്മാവിൽ നിന്ന് പറയുക, ശത്രു കെട്ടിപ്പോക്കിയ ചില ഇടത്ത് ചില മതിലുകളെ പൊളിച്ചിട്ട് ദൈവം നിനക്ക് വേണ്ടി ചിലത് പണിയാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കേട്ടോ. അടുത്ത ക്വാളിറ്റി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. അടുത്ത ക്വാളിറ്റി എന്താ? നിങ്ങൾ വചനം ആദ്യം കേൾക്ക്. അടുത്ത ക്വാളിറ്റി എന്താണെന്നറിയാമോ? പണിതതിനെ എല്ലാം ഉറപ്പിച്ചു, എല്ലാം ഉറപ്പിച്ചു. പറഞ്ഞാൽ ശത്രുവിന് തകർക്കാൻ കഴിയാത്ത വിധത്തിൽ ഉറപ്പിച്ചു. മനസ്സിലായോ ദൈവമക്കളെ? മനസ്സിലായോ? ശത്രുവിന് തകർത്തു കളയാൻ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഉസിയ രാജാവിന്റെ ഭരണ കാലഘട്ടം കഴിഞ്ഞാലും ഇത് തകരരുത്. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? എന്റെ കാലഘട്ടം കഴിഞ്ഞാലും ഞാൻ പണിതിരിക്കുന്ന തകരരുത്. അതുകൊണ്ട് അതിനെയല്ല ഉറപ്പിച്ചു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലരെ ഉറപ്പിക്കാൻ പോവാ ദൈവം. നിങ്ങൾ പ്രാർത്ഥിച്ചോണം കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം. എവിടെ നിന്ന് നിങ്ങളെ പറപ്പിക്കും എന്ന് ശത്രു പറയുന്നു, അവിടെ ദൈവം നിങ്ങളെ ഉറപ്പിക്കുമെന്ന് ആത്മാവ് പറയും. എത്ര പേര് ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കും? എത്ര പേര് ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കും? സാഹചര്യങ്ങൾ കൊണ്ടിട്ട്, പല അവസ്ഥകളിലൂടെ കടത്തിവിട്ട്, പല അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് അവിടെ നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നോ, ഞാൻ അവിടെ നിന്നെ ഉറപ്പിക്കും. ഉറപ്പിക്കുന്ന ബലമാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ദൈവം ബലമായിരുന്നപ്പോൾ സുദീർഘമായ ഒരു ഭരണകാലം. ആമേൻ. എന്ന് വെച്ചാൽ വളർച്ചയെ അത് കാണിക്കുന്നു. എന്താണ് വളർച്ച? രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു കാലം. തന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു. മൂന്ന്, ശത്രുവിനെ തോൽപ്പിച്ച കാലം. നാല്, സകലത്തിനെ ഉറപ്പിച്ച. ഇതായിരുന്നു ദൈവം ബലമായിരുന്ന ഭരണകാലഘട്ടത്തിൽ ഉസിയ രാജാവ് ചെയ്തത്. എന്നാൽ ഒരു കാര്യം കൂടെ, കാർഷിക അഭിവൃദ്ധി എന്ന് വെച്ചാൽ നന്മയുടെ കൊയ്ത്ത്. ആ സമയത്ത് 10ാം വാക്യം ഒന്ന് വായിച്ചേ. 10ാം വാക്യം. ആ ആ ആ ആ ആ ആ ആ ആ ആ മതി. ഹല്ലേലൂയ. കിണറ് കുത്തിപ്പൊഴിച്ചു,
കൃഷിക്കുള്ള സൗകര്യം എല്ലാം ഒരുക്കി. ഒരു നന്മയുടെ കാലം ദൈവം കൊടുത്തു. ദൈവം ബലമായിരുന്ന ടൈമിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം ബലമായിരിക്കുമ്പോൾ നിനക്കൊരു നന്മ വരും, നിനക്കൊരു നന്മ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയുന്നു, നിനക്കൊരു നന്മയുടെ കാലമുണ്ട്. നീ അവിശ്വസിക്കണ്ട, നീ ഭാരപ്പെടണ്ട, നീ പ്രയാസപ്പെടണ്ട, നീ ദൈവത്തോട് പിറുപിറുക്കരുത്, നീ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു നന്മയുടെ കാലം ഉണ്ടാവും. ഉറപ്പാണ്, ഉറപ്പാണ്. മരുഭൂമി കിണറുകളാക്കി ദൈവം മാറ്റും. മരുഭൂമി ഉദ്യാനമാക്കി ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. നീ എന്നും ഇങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും നീ ഇങ്ങനെ മുൻപോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിനക്കൊരു നന്മയുടെ കാലം ദൈവം വെച്ചിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. നീ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നിന്റെ ബലം ദൈവത്തിന്റെ ബലമാണ്. നിന്റെ കാഴ്ചവെപ്പ് ദൈവത്തോട് കൂടെയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു നന്മയുടെ കാലമുണ്ട്. ദൈവമൈതലേ, നിനക്കൊരു നന്മയുടെ കാലമുണ്ട്. നിന്റെ വേദന മാറുന്ന, നിന്റെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഞെരുക്കം മാറുന്ന, നിന്റെ വേദന മാറുന്ന, നിന്റെ ഭാരം മാറുന്ന, നിന്റെ കഷ്ടത മാറുന്ന ഒരു നല്ല കാലം നിനക്കുണ്ട്. ഇതുവരെ കാണാത്തൊരു കാലം അന്ന് ആ ജനം കണ്ടു. എന്നാൽ 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 ഇനി അടുത്ത ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയെല്ലാം ദൈവം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ബലത്തിലുള്ള ആശ്രയം വിട്ടിട്ട് ഉസ്സിയാ രാജാവ് സ്വയം ബലത്തിൽ ആശ്രയിക്കും, സ്വന്തം ബലത്തിൽ ആശ്രയിക്കും. എന്ന് വെച്ചാൽ തന്റെ പദവി, തന്റെ അധികാരം, ഇതിലൊക്കെ ആശ്രയിക്കാനായിട്ട് താൻ താല്പര്യപ്പെട്ടു. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിലുള്ള ബലത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് അദ്ദേഹം ജീവിത ശൈലി മാറ്റിയപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? 16 വാക്യം ഒന്ന് വായിച്ചേ. 16 വാക്യം. ആ ആ ആ നിഗളിച്ചു. ആ ആ ആ ആ ആ ആ ആ ആ ആ തടുത്തു. ഉസ്സിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്ക് മാത്രം അവകാശം. പക്ഷെങ്കിൽ ഉസ്സിയാ രാജാവ് ആ ശബ്ദം കേൾക്കാതെ അദ്ദേഹം ധൂപം കാട്ടിയപ്പോൾ പരിണിത ഫലം ദൈവത്തിന്റെ ന്യായവിധി വന്നു. അവൻ കുഷ്ഠരോഗിയായി. മനസ്സിലായോ? മനസ്സിലായോ? ദൈവത്തിലുള്ള ആശ്രയം വിട്ട് സ്വന്തം പൊസിഷനിലും സ്വന്തം പവറിലും അല്ലെങ്കിൽ താൻ ആശ്രയിച്ചപ്പോൾ ആദ്യം നടന്നത് നിഗളിച്ചു വീഴ്ച. പരിണിത ഫലം അവനിൽ കുഷ്ഠം വന്നു.
വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അവനിൽ കുഷ്ഠം വന്ന് എവിടെ അറിയാം, ആദ്യം വന്ന് തിരുനെറ്റിക്കുക എന്ന് വെച്ചാൽ മറച്ചു വെക്കാൻ പോലും പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് എല്ലാവർക്കും കാണാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ ഞാൻ ദൂത് പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ നിഗളിക്കരുത്. ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചു നിന്നോണം. സ്വന്തം ബലത്തിൽ ആശ്രയിച്ചു നിൽക്കരുത്. സ്വന്തം ബലത്തിൽ ആശ്രയിച്ചു നിൽക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ചു നിന്നോണം. നിഗളിക്കരുത്. ന്യായവിധി വരും. ഭയപ്പെടാൻ ദൈവാത്മാവ് പറയുന്നു. ഭയപ്പെടാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ന്യായവിധി വേറെ ആയിരിക്കത്തില്ല. നിനക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത വിധത്തിൽ പരസ്യപ്പെടുത്തും ദൈവം ന്യായവിധി. പ്രവങ്കന ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിഗളിക്കുന്ന ആരെങ്കിലും ഉണ്ട്, മടങ്ങി വരാൻ ആത്മാവ് പറയുന്നു. സ്വന്തം ബലത്തിൽ, പണത്തിൽ, പദവിയിൽ, സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു പകൽ മടങ്ങി വരാൻ ആത്മാവ് പറയുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്വന്തം ബലത്തിൽ ആശ്രയിച്ചപ്പോൾ ആദ്യം വന്ന ദോഷം, ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ ഇറങ്ങി. അവൻ കുഷ്ഠരോഗിയാകുക മാത്രമല്ല, ഒന്നാമത്തെ ന്യായവിധി അതാ, കുഷ്ഠരോഗിയായി കഴിഞ്ഞാൽ പഴയ നിയമ പ്രമാണം അനുസരിച്ച് ആ മനുഷ്യന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒന്നാലോചിച്ച്, ഏവ്യ പുസ്തകത്തിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വളരെ പരിതാപകരമാണ് ഒരുവൻ കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കൃപ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൽ ആശ്രയിച്ചു നിന്നില്ലെങ്കിൽ, ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിച്ചുകൊണ്ട് നിന്നാൽ, ഞാൻ വലിയ ആളാണെന്ന് കാണിച്ചുകൊണ്ട് നിന്നാൽ, ഞാൻ ആത്മാവി പറയുന്നു, ദൈവം നിന്നെ ന്യായം വിധിക്കാൻ പോവാ. താഴാൻ തയ്യാറാണെങ്കിൽ, യഹോവയുടെ ബലത്തിൽ ആശ്രയിച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം മുൻപേ പറഞ്ഞ പോലെ ദൈവം നിന്നെ മാനിക്കും. രണ്ടാമത് എന്താ പറ്റിയെന്നറിയാമോ? ആമോസ് 1:1 വായിച്ചേ. ആമോസ് 1:1 ഒന്ന് വായിച്ചേ. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആമോസേ, ഉസിയാവിന്റെ കാലത്ത് ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ, മതി എന്ന് വെച്ചാ ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ. അതെന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? താൻ പാപം ചെയ്തപ്പോൾ, താൻ തെറ്റ് ചെയ്തപ്പോൾ, താൻ നിഗളിച്ച് സ്വന്തമായിട്ട് ആശ്രയിച്ചപ്പോൾ ഉസിയാവിന്റെ രാജ്യമുണ്ടല്ലോ, ഭൂകമ്പത്താൻ നശിച്ചു. കെട്ടിപ്പോക്കി ഉറപ്പിച്ചതെല്ലാം നശിച്ചു പോയെന്ന്. ശത്രു നശിപ്പിച്ചതല്ല, തമ്പുരാന്റെ ന്യായവിധി. മനസ്സിലായോ? യോബിന്റെ ഭാഷയെ പറഞ്ഞാൽ തന്നവന് തിരിച്ചെടുക്കാൻ അധികാരമുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയാം, തന്നത് ദൈവമാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നോണം. അല്ലെങ്കിൽ തന്നത് അവൻ തിരിച്ചെടുക്കും. തന്ന നന്മകൾ തിരിച്ചെടുക്കും. തനാരിരിക്കുന്ന നന്മ പോലും പ്രാപിക്കാൻ പറ്റത്തില്ല. എല്ലാം നശിച്ചു. ഭൂകമ്പം എല്ലാം നശിച്ചു. എങ്ങനെ ദൈവം കൊണ്ടുവന്ന രാജ്യമായിരുന്നു. പക്ഷെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചു നിഗളിച്ചപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ എന്തുപറ്റി? ഒന്ന് കുഷ്ഠരോഗിയായി, രണ്ടവന്റെ രാജ്യം നശിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക ഞാൻ. ഹല്ലേലൂയ. ദാരുണമായ അന്ത്യം.
ഒരു രാജാവിനും അങ്ങനെ ഒരു അന്ത്യം കൊടുക്കരുത്. അത് അവന് വലിയ നിന്ദയാണ്. ഒരു രാജാവിനും അതുപോലൊരു അന്ത്യം കൊടുക്കരുത്. അതൊരു നിന്ദയാണ്. രാജ്യത്തെ ഭരിക്കുന്ന ഒരാൾ അങ്ങനെ മരിക്കുന്നത് വലിയ നിന്ദയാണ്. അതുകൊണ്ടാണ് നഹമാൻ ഹല്ലേലൂയ ഇഷ്ടമില്ലാഞ്ഞിട്ടും നയമാൻ മുങ്ങാൻ കാര്യമത കുഷ്ഠം വന്ന് മരിച്ച വലിയ നിന്ദയാണ്. മനസ്സിലായോ ദൈവമക്കളെ? മനസ്സിലായോ? സ്വന്തം ബലത്തിൽ ആശ്രയിച്ചപ്പോ 3 കാര്യമുണ്ടായി. 1 കുഷ്ഠം വന്നു, 2 രാജ്യം തകർന്നു, 3 ദാരുണമായ നിന്ദയേറിയ അന്ത്യം. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, മടങ്ങി വാ, മടങ്ങി വാ. ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചു നീ നിന്നാൽ, ഞാൻ ദൈവാത്മാവി പറയാം, ആദ്യം പറഞ്ഞ ബ്ലെസ്സിങ്സ് നിനക്കുണ്ടാകും. പക്ഷെങ്കിൽ ദൈവം അതെല്ലാം നിനക്ക് തന്നു കഴിയുമ്പോൾ നീ നിന്റെ ബലത്തിൽ ആശ്രയിച്ചാൽ തന്നവൻ ഇതെല്ലാം തിരിച്ചെടുക്കാൻ അധികാരമുണ്ട്. ഇന്ന് പകൽ ഒന്ന് സമർപ്പിക്കാമോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റാണ്. സൂമിലുള്ളവരും എഴുന്നേൽക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റാണ്. വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക. ഇന്നെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്, ഇന്നെങ്കിലും ഒന്ന് ശരിയാവ്, ഇന്നെങ്കിലും നമുക്ക് ദൈവത്തോടൊന്ന് അടുത്തു വരാം, ഇന്നെങ്കിലും നമുക്ക് ദൈവത്തോടൊന്ന് അടുത്തു വരാം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. കണ്ണുകൾ അടച്ചാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾ എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാണ്. സ്വന്തം ബലത്തിൽ ആശ്രയിക്കേണ്ടി വന്ന അനുഭവങ്ങളുണ്ട്. ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കും. എന്നോട് ക്ഷമിക്കണം കർത്താവേ, അങ്ങയുടെ ബലത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രാർത്ഥിക്കുക. ആ ബലം ഇന്ന് എന്റെ മേൽ ഇറങ്ങാൻ പ്രാർത്ഥിക്കുക. ആ ബലം എന്റെ മേൽ ഇറങ്ങാൻ പ്രാർത്ഥിക്കുക. ആ ബലം എന്റെ മേലൊന്ന് അയക്കണമേ. ആ ബലം എന്റെ മേലൊന്ന് അയക്കണമേ. പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ ബലം എന്റെ മേൽ ഒന്ന് അയക്കണമേ. പ്രാർത്ഥിക്കുക ദൈവത്തോട്. ആ ബലം എന്റെ മേൽ ഒന്ന് അയക്കണമേ. പ്രാർത്ഥിക്കുക. ബലത്തോടെ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചു നിന്നപ്പോൾ ഉസിയാവ് സമൃദ്ധമായ ഒരു വളർച്ച ദൈവം കൊടുത്തു. ദൈവത്തെ താൻ പ്രസാദിച്ചപ്പോൾ തന്നിൽ ദൈവം പ്രസാദിച്ചു. ശത്രുവിനെ തന്റെ കാൽ കീഴിലാക്കി ദൈവം കൊടുത്തു. പട്ടണങ്ങളെ ദൈവം കൊടുത്തു. കാർഷിക സമ്പത്ത് ദൈവം കൊടുത്തു. ദൈവത്തിൽ ആശ്രയിച്ചു നിന്നപ്പോൾ, ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്കൊരു നല്ല കാലമുണ്ട്, നിനക്കൊരു നന്മയുടെ കാലമുണ്ട്. ശത്രു ഏതു വിധത്തിൽ ശ്രമിച്ചാലും അതിനെ തടയാൻ കഴിയാത്ത വിധം നിനക്കൊരു കാലമുണ്ടെന്ന് ദൈവം എന്നെ കാണിക്കുന്നു. വിശ്വസിക്കുക. ഇന്ന് പറ ദൈവത്തോട്, ആ ബലം എന്റെ മേലൊന്ന് അയക്കാൻ, ആ ബലം എന്റെ മേലൊന്ന് അയക്കാൻ പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ച് ശക്തമായി എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന.
നിന്നെ തകർക്കുവാനോ നിന്നെ ഓടി കരങ്ങളെ അടിച്ചാത്മനിറവിൽ ശക്തിയോടെ എല്ലാവരും ദൈവത്തെ ആരാധിച്ചേ. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ നഷ്ടങ്ങളിലും പതറിയിടല്ലേ ആകെ കണ്ണുനീരിലും തളർന്നിടല്ലേ. നീയെന്നും എന്റേതാണ്, ഞാനെന്നും നിന്റെ ദൈവം. നീയെന്നും എന്റേതാണ്. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞാലോ പിന്മാറിപ്പോയിടല്ലേ. വീറുമില്ലാതെ മുന്നോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം ശക്തിയോടെ ആമേ പിന്മാറിപ്പോയിടല്ലേ. വീറുമില്ലാതെ മുന്നോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലോ പതറിയിടോ കണ്ണുനീരിലോ തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ചുടവാരകലം ധനരാജകലം ശബനക ജഗന്നാഥനം ഞാനെന്നും നിന്റെ ദൈവം. നീയെന്നും എന്റേതാനേ. നിന്നെ തകർക്കുവാനോ നിന്നെ ഓടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ ചുടവാരം ശൗരം ഭവനം ചാരം നഷ്ടങ്ങളി ചൂടം ചാരം ചാരം ധാരം തടകം ധനരാജനം ശവനം തകരാജകരം ധനം ദൈവം എന്റേതാണ്. ഞാനെന്നും ശക്തിയോടെ എന്റേതാണ്. നിന്റെ വിശ്വാസമോ ഭംഗമായില്ല, അത് പ്രാപിച്ചിടും നിശ്ചയാ. അത് പ്രാപിക്കുമ്പോൾ സലാമമാകും ദുഃഖ സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ ഭംഗമായില്ല, അത് പ്രാപിച്ചിടും നിശ്ചയ. നഷ്ടലാഭമാകും ദുഃഖ സന്തോഷമായി മാറിയിട്ട് ദൈവത്തിന്റെ വില പറയട്ടെ. ചുഴലം തകരാജ ചുടവാരകലം തകരം ചകരാതകരീകന ഗൂഢവനം തകരം ശിവരാജകരീകൽ ഖമനക ഗുഡവനം തകരാജക പുരകാലകരം ജഗരാജകരം തകരാജക തരമൂഢവരം ജഗരാജക. ദൈവത്തിന്റെ ബലം തുകരാജകരം ജഗരാധന ഹംതലജാനക ഗൂഢവനം തകരാജകരീകന ഹംതലമംതവരാജക അതലവരാജക നീകന ഹംതകരാജകരാജന. ദൈവത്തിന്റെ ബലം പറയട്ടെ. ദൈവത്തിന്റെ ബലം യേശുവിന്റെ നാമത്തിലാ കടമന ഹംദ ദീപല ഘടക ചൂട ജഗന കുണികവനാജക രാജക ദീപ ദീകല ഘടകേ. ദൈവത്തിന്റെ ബലം പറയട്ടെ. ദൈവത്തിന്റെ ബലം ആടവരം ദഗരീജകരാജക രക്തകരാജന ഹംദേ ദീപല ഘടകം ഛാനേ ചൂടൻ ഛബ്ദേ ചൂടൻ ഗമനം ധാരം ധാരം ശബ്ദേ രാഗം. ദൈവത്തിന്റെ ബലം പറയട്ടെ. ദൈവത്തിന്റെ ബലം പറയട്ടെ. ഗൂഢാചാര രിഗനാചാര ഗൂഢവനംതകരാജക ധീര അകഗ ധീര ശേതേ രാജേ.
ജാലം കാലം കൂടം ഭേദം കമലം പുതിയ ചാരം ചൂടം കമല ധാരം ദൂരം ചാരം ഭേദം ചൂടം ഘടക ധാരം ദീകം ഭാരം ചൂടം ചാരം ദൈവത്തിന്റെ ബലം ദൈവത്തിന്റെ ബലം ദൈവത്തിന്റെ ബലം കൂട ഭാര ധാര ധീര ധാര ധീര ഭാര ചൂട ഭാര കർമ്മ ധാര ധീര ഭാര ശേത രാജ ധീര ഭാര ദൈവത്തിന്റെ ബലം ഭാവികൻ കൂട ഭാരം ജഗനം ഭാരം ധീരം ചൂടം ഭാരം ചൂടം ഛേദ ഖേദ ഖാന ധാനം ഛാദം ചൂടം കർമ്മം ഭാവിക ശക്തിയോടെ ദൈവത്തിന്റെ ബലം ദൂര ധാന കർമ്മ ഭേദ കൂടെ ഭാര ചൂടെ ധാന കർമ്മ ധാന ശേദ രോധ ദൈവത്തിന്റെ ബലം ഭാവികളെ ആന ഭാര ധീര ധാന ശൂദ യാന ചൂടാന ഭാര ധാന ധീര ഛേദ ഖേദ ഖേദ ദൂര ഖാന ശേദ ദൈവത്തിന്റെ ബലം ദൈവത്തിന്റെ ബലം വളർച്ച തരുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഉറപ്പിക്കുന്ന അഭിവൃദ്ധി തരുന്ന ദൈവത്തിന്റെ ഫലം ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു. ഇന്ന് നടത്തി ആത്മാവിൽ റിസീവ് ചെയ്യും. വളർച്ച തരുന്ന ദൈവിക പ്രസാദം വെളിപ്പെടുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഉറപ്പിക്കുന്ന അഭിവൃദ്ധി തരുന്ന ദൈവത്തിന്റെ ബലം വ്യാപാരികള് രാജ രാം ജാന ശേഖേ राम थोड़े में से थले खुदाला मा रखना दी खुदिया मा से थेरे गला ദൈവത്തിന്റെ ബലം നിനക്ക് വളർച്ച തരുന്ന നിന്നിൽ പ്രസാദിക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന കൃപ ഉറപ്പിക്കുന്ന അഭിവൃദ്ധി തരുന്ന ദൈവത്തിന്റെ ബലം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയക്കുകയാണ്. ഒറ്റ വ്യവസ്ഥയും വെച്ചിട്ടുള്ളൂ. ഒരിക്കലും നീ നിന്റെ ബലത്തിലും നിന്റെ അധികാരത്തിലും നിന്റെ പവറിലും നീ ആശ്രയിക്കാൻ പോകരുത്. അത് നിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ എന്ന ദൈവത്തിൽ തന്റെ ബലത്തിൽ നീ ആശ്രയിക്കുക. നിനക്കൊരു വളർച്ചയുണ്ട്. നിന്റെ മേൽ ദൈവം പ്രസാദിക്കും. നിന്റെ ശത്രുവിനെ അവൻ നിന്റെ കീഴിലാക്കും. നിന്നെ അവൻ ഉറപ്പിക്കും. നിനക്ക് അവൻ അഭിവൃദ്ധി തരും. നമുക്കൊന്ന് സമർപ്പിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇപ്പോ ഞാൻ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. മീറ്റിംഗിന് ശേഷം ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവിൽ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നവർ മാത്രം. നിങ്ങളുടെ പതിവ് വേണ്ട. പതിവല്ല ഞാൻ പറയുന്നത്. പതിവ് വേണ്ട. ആ പതിവ് പരിപാടി നിർത്തി. പതിവ് പ്രാർത്ഥന വേണ്ട. വചനം കേട്ടിട്ട് ഹൃദയത്തിന്റെ അകത്തു വചനം സ്പർശിച്ചു. ദൈവാത്മാവിനോട് പറയുന്നു പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മാവിന്റെ നിയോഗമുള്ളവർ അവർക്ക് വേണ്ടി മീറ്റിംഗിന് ശേഷം പ്രാർത്ഥിക്കും. കണ്ണുകൾ അടയ്ക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വാത്സല്യ കുമ്മനാട്ട പിതാവ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും.
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാതിലെ വിശ്വസ്തനുമായ കർത്താവേ, ഈ മധ്യാഹ്നത്തിനായി സ്തോത്രങ്ങൾക്ക് കൂടെ കൂടെ വാതിലേക്ക് കടന്നവരാണ് കർത്താവേ. ഇത്രത്തോളം സമയം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ തക്കണ വിശുദ്ധനെ ദൈവം ബലപ്പെടുത്തിനായി കർത്താവേ. അടുത്ത ഹൃദയത്തിലെ കർത്താവെ സോദന ദൈവം സ്വർഗത്തിലുള്ള കർത്താവെ അടിയുടെ ഭാവമല്ല കർത്താവെ ദൈവത്തിന്റെ ഭാവം മാത്രം കണ്ടോണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാനും ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവങ്ങളെ ഒരിക്കലും അടിക്കുന്ന ദൈവത്തിന് കേൾപ്പിച്ച എല്ലാ ആലോചനകളിലും പിന്നെ മുടിയോളം താഴ്ത്തി കർത്താവെ ഒന്നുകൂടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി പ്രാർത്ഥനയെ പിന്നെ മുടിയോളം താഴ്ത്തും. പ്രാർത്ഥന കെട്ടിയ സർവീസിന്റെ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവൽ ഉണ്ടായി നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ മേലും സൂമിലൂടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളും പകൽ കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മേലും പ്രാപിച്ച ദൈവിക ബലത്തിന്മേലും ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഈ പകൽ ജയം മഹത്വം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേ ആമേ ആമേ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ ഉച്ചയ്ക്ക് നമ്മുടെ ഈ മീറ്റിംഗിൽ ഫുഡ് സ്പോൺസർ ചെയ്ത്